നമസ്കാരം. ഞാൻ ജയകുമാർ എസ്, മുൻ സീനിയർ ഒപ്റ്റോമെട്രിസ്റ്റ്, കണ്ണൂർ ജില്ലാ ആശുപത്രി. ഇന്ന് ലോക കാഴ്ച ദിനമാണ്. ലോക കാഴ്ച ദിനത്തോടനുബന്ധിച്ച് കണ്ണിൻ്റെ കാഴ്ച നഷ്ടമാകുന്ന രോഗങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു. അതിലേറ്റവും പ്രധാനം തിമിര രോഗം അല്ലെങ്കിൽ കാറ്ററാക്റ്റ് ആണ്. കാറ്ററാക്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ കണ്ണിൻ്റെ ഉള്ളിലുള്ള ലെൻസിന് കട്ടി കൂടിയിട്ട് കാഴ്ച നഷ്ടമാകുന്ന അവസ്ഥയാണ്. ആ കട്ടി കൂടിയ ലെൻസ് മാറ്റിയിട്ട് പുതിയ ലെൻസ് ഉള്ളിൽ വെച്ചിട്ട്, ഇൻട്രാഓക്കുലർ ലെൻസ് ഉള്ളിൽ വെച്ചിട്ട് നമുക്കത് പരിഹരിക്കാവുന്നതാണ്. സർക്കാർ സംവിധാനത്തിൽ തന്നെ താലൂക്ക് ജില്ലാ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും ഈ ഓപ്പറേഷൻ സൗജന്യമായിട്ട് ചെയ്യുന്നുണ്ട്. മറ്റ് മിക്ക കണ്ണാശുപത്രികളിലും, പ്രൈവറ്റ് കണ്ണാശുപത്രികളിലും ഈ ശസ്ത്രക്രിയ നടത്തുന്നുണ്ട്. പിന്നെ രണ്ടാമത് വരുന്ന പ്രധാനപ്പെട്ട വൈകല്യമാണ് റിഫ്രാക്റ്റീവ് എറേഴ്സ്. കാഴ്ച കൂടുതൽ നഷ്ടമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ വൈകല്യമാണ് റിഫ്രാക്റ്റീവ് എറേഴ്സ്. ഈ റിഫ്രാക്റ്റീവ് എറേഴ്സിൽ കാഴ്ച വൈകല്യം കണ്ണടകൾ ഉപയോഗിച്ച് പരിഹരിക്കാവുന്ന ഒന്നാണ്. അപ്പോൾ കണ്ണട പരിഹരിക്കാൻ നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ കൃത്യമായി കണ്ണട ഉപയോഗിക്കുക, അല്ലെങ്കിൽ അത് കാഴ്ച നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളിൽ കണ്ണട ഉപയോഗിക്കാൻ നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും കണ്ണട വയ്ക്കണം. അല്ലെങ്കിൽ ക്രമേണ കാഴ്ച നഷ്ടമായിട്ട് മൊത്തത്തിൽ തന്നെ ചിലപ്പോൾ ഒരു കണ്ണിൻ്റെയൊക്കെ കാഴ്ച നഷ്ടമാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ആംബ്ലിയോപ്പിയ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കൊച്ചുകുട്ടികളിൽ പച്ചക്കറി ആഹാരവും പഴവർഗ്ഗങ്ങളൊക്കെ കൂടുതൽ കഴിക്കാൻ പറയണം. ആവശ്യത്തിന് വ്യായാമം ഉണ്ടാകണം. ഈ കാര്യങ്ങളിലെല്ലാം നമ്മൾ ശ്രദ്ധ ചെലുത്തണം. പിന്നെ അടുത്ത് വരുന്ന പ്രധാനപ്പെട്ട രോഗമാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി. ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുമ്പോൾ ആ വാക്കിൽ തന്നെ നിങ്ങൾക്കറിയാം, കണ്ണിൻ്റെ കാഴ്ച നഷ്ടമാകുന്ന അവസ്ഥ. റെറ്റിനയെ ബാധിച്ചിട്ട് ഡയബറ്റീസ് വന്ന് അത് കണ്ണിൻ്റെ റെറ്റിനയെ ബാധിച്ചിട്ട് റെറ്റിനയിലെ ഞരമ്പുകളെ ബാധിച്ചിട്ട് കാഴ്ച നഷ്ടമാകുന്ന അവസ്ഥയാണ്. അപ്പോൾ അത് എങ്ങനെ പരിഹരിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കണ്ണിൻ്റെ രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് നിയന്ത്രിച്ച് പരിഹരിക്കാവുന്നതാണ്. അത് നിയന്ത്രിച്ചില്ലെങ്കിൽ പറ്റുന്ന പ്രശ്നമെന്ന് പറയുന്നത് റെറ്റിനയിലെ രക്തക്കുഴലുകൾ മോശമാവുകയും നശിക്കുകയും ക്രമേണ കാഴ്ച നഷ്ടമാവുകയും ചെയ്യുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇതിനെ നമ്മളെങ്ങനെ ഈ ഒരു രോഗത്തെ എങ്ങനെ തടയാം എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഡയബറ്റിക് റെറ്റിനോപ്പതിയെ സംബന്ധിച്ചിടത്തോളം ആഹാര നിയന്ത്രണം മുഖേന നമുക്ക് ഇത് ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. പച്ചക്കറി കൂടുതൽ കഴിക്കുക, ബേക്കറി സാധനങ്ങൾ മാക്സിമം ഒഴിവാക്കുക, ശരിയായ വ്യായാമം ചെയ്യുക, ആവശ്യത്തിന് മരുന്ന് കഴിക്കുക. ഈ കാര്യങ്ങളുകൊണ്ട് നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. 6 മാസത്തിലൊരിക്കലെങ്കിലും അതിൻ്റെ നേത്ര പരിശോധന ഒരു നേത്രരോഗ വിദഗ്ധനെ കണ്ടിട്ട് പരിശോധനയിലൂടെ നമുക്ക് ഇത് എത്രമാത്രം ബാധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അടുത്ത് വരുന്ന രോഗം എന്ന് പറയുന്നത് ഗ്ലോക്കോമ. കണ്ണിൻ്റെ മർദ്ദം കൂടുന്നത് അനുസരിച്ചിട്ട് ഉണ്ടാകുന്ന രോഗമാണ്. ഇൻട്രാഓക്കുലർ പ്രഷർ നമുക്ക് ചെക്ക് ചെയ്യാനുള്ള സംവിധാനം സാമൂഹ്യാരോഗ്യ കേന്ദ്രങ്ങൾ തൊട്ട് സൗജന്യമായിട്ട് ജില്ലാ ആശുപത്രി, താലൂക്ക് ആശുപത്രി, മെഡിക്കൽ കോളേജ് എല്ലായിടവും ലഭ്യമാണ്. അത് 40 കഴിഞ്ഞ ആൾക്കാർ എല്ലാവരും തന്നെ കണ്ണിൻ്റെ പ്രഷർ പരിശോധിച്ചിട്ട് ഗ്ലോക്കോമ ഇല്ലെന്നുള്ളത് ഉറപ്പുവരുത്തണം. അപ്പോൾ ഇതിൻ്റെ ഗ്ലോക്കോമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൈലൻറ്റ് കില്ലർ ഓഫ് ദി വിഷൻ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം കാഴ്ച ക്രമേണ നഷ്ടമാകുന്നു. മറ്റു ഒരു ലക്ഷണങ്ങളും ഇല്ലാത്തത് കൊണ്ടാണ് ഇതിനെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ കാഴ്ച നമ്മൾ കാണുന്ന ഏരിയ, വിഷ്വൽ ഫീൽഡ് എന്ന് പറയും. വിഷ്വൽ ഫീൽഡ് ക്രമേണ കുറഞ്ഞു വന്ന് ട്യൂബുലാർ വിഷൻ, ട്യൂബിലൂടെ കാണുന്ന അത്ര കാഴ്ചയിലേക്ക് എത്തി അവസാനം പൂർണ്ണമായും കാഴ്ച നഷ്ടമാകുന്ന അവസ്ഥയാണ്. നേരത്തെ നമുക്ക് ഈ കണ്ണിൻ്റെ പ്രഷർ പരിശോധിച്ച് ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ തുള്ളിമരുന്നുകളിട്ട് നമുക്ക് കാഴ്ച നഷ്ടം തടയാവുന്നതാണ്. പിന്നെ അടുത്ത് വരുന്ന പ്രധാനപ്പെട്ട രോഗം എന്ന് പറയുന്നത് ഏജ് റിലേറ്റഡ് മാക്യുലർ ഡീജനറേഷനാണ്. അത് ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ എല്ലാവർക്കും ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. അതും നമ്മൾ 6 മാസത്തിലൊരിക്കലെങ്കിലുമൊക്കെ നമ്മൾ മരുന്നൊഴിച്ചിട്ട് പരിശോധനയിലൂടെ നമുക്ക് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും. പിന്നെ വരുന്നത് കണ്ണിനുണ്ടാകുന്ന പരിക്കുകൾ, ഇഞ്ചുറീസ് മുഖേന ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അത് കോർണിയ ശരിക്കും ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള സുതാര്യമായിട്ടുള്ള ഒരു കവറിങ് ആണ്. അപ്പോൾ അതിൽ പാടുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ പാടുകൾ ക്രമേണ അൾസറാവുകയും അങ്ങനെ വെളുത്ത പാട് അവശേഷിച്ച്, അത് ചികിത്സിച്ച് ഭേദമായി കഴിഞ്ഞാൽ വെളുത്ത പാടുകൾ അവശേഷിക്കുകയും
ആ പാടുകളിലൂടെ പ്രകാശം ഉള്ളിലേക്ക് കടക്കാതിരിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ കാഴ്ച നഷ്ടമാവും. അപ്പോൾ പലപ്പോഴും അതിന് നമുക്ക് എന്താ പ്രതിവിധി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരിക്കുകളും മറ്റും പറ്റുകയാണെങ്കിൽ ഈവൻ ഒരു പൊടി വീണാൽ പോലും നമ്മൾ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കണ്ട് മരുന്നിട്ട ശേഷം മരുന്ന് ഇടുക എന്നുള്ളതാണ്. അപ്പോൾ അല്ലെങ്കിൽ ഇൻഫെക്ഷനായിട്ട് അത് കാഴ്ച നഷ്ടത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ളവർ ഇപ്പോൾ ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നവർ, പുല്ല് ചെത്തുന്നവർ, ഇങ്ങനെയുള്ളവരൊക്കെ കവറിങ് ഗ്ലാസ് വെക്കേണ്ടത്. വെൽഡിങ് ജോലി ചെയ്യുന്നവർ, അവരെല്ലാം കവറിങ് ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്കിത് തടയാൻ പറ്റും. കൃഷ്ണമണിയിലുള്ള പാടുകൾ ഉണ്ടാകുന്നത് തടഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ പ്രതിരോധിക്കാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. കണ്ണിൻ്റെ ആരോഗ്യത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തണമെന്ന് ഉള്ള ഒരു മെസ്സേജ് തരുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. താങ്ക് യു.